ബോംബെയിൽ ഈ ഒരു ഹോട്ടലിൽ ഭയങ്കര ഒരു ചിലവുള്ളൊരു സംഭവമാണിത്. ഇവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഇവിടെ ഈ പള്ളിയുടെ മുന്നിലുള്ള പള്ളിയൊക്കെ പോയി നിസ്കരിച്ച് വരുമ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കലുണ്ട്. എൻ്റെ പണിക്കാരൻ ചേർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓനെ എന്നോട് പറയും എപ്പോഴെങ്കിലും ആഴ്ചയിലോ ഒരു തവണ ഒക്കെ വാങ്ങാൻ പറയും. ഇന്ന് ഞങ്ങളവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഓനെ ഇന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓനക്ക് വേണ്ടി എനിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് വാങ്ങുകയാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലായിടത്തും കിട്ടുന്നത് സംഭവം. പക്ഷേ ഈ കടയിൽ ഇത് ഭയങ്കര ടേസ്റ്റായ സംഭവം. ഇത് ഒരു വട്ടം കഴിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങാനുള്ള ആ ഒരു തോന്നൽ ആർക്കും ഉണ്ടാവും. കാരണം അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം ഇവിടെ തൊട്ടടുത്ത് ഞാനും ഇളനീർ കച്ചവടം ചെയ്യണ തന്നെയാണ്. ഇവിടെ നമ്മളെ സ്നേഹിതൻ്റെ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഉണ്ണിയേട്ടനോട് ഞാൻ ഇതേമാതിരി പറഞ്ഞു, ഉണ്ണിയേട്ടൻ ഇവിടെ ഇതൊന്നും നിങ്ങൾ ഒരു ദിവസം കഴിച്ച് നോക്കി, ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ അത് ഇതേമാതിരി ഞായറാഴ്ച ദിവസം മൂപ്പര ജ്യേഷ്ഠനും അനിയന്മാരൊക്കെ ഉണ്ട്. ഇവർക്ക് 2-3 കട ഉണ്ട്, ഇളനീർ കച്ചവടം ഉണ്ട്. അപ്പോൾ മൂപ്പര ഒരു ദിവസം എന്ത് ചെയ്ത് ഇതിൻ്റെ വർത്തമാനം കേട്ടിട്ട് അതൊന്ന് വാങ്ങി. അപ്പോൾ ഇവർ 4 ആൾക്കാർക്ക് കൂടി വാങ്ങി കഴിച്ചതിൻ്റെ ശേഷം പിന്നെ വ്യത്യാസം എന്നോട് പറയടാ മാനേജ് പറഞ്ഞ് വളരെ സത്യമായിട്ടാണ്, ഭയങ്കര പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിനായിട്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണിയേട്ടപ്പോൾ ഇതേമാതിരി എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഇവർ 4 ആൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത് 130 റുപ്യ 110 റുപ്യാണ് ഒന്നിൻ്റെ വില. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇത് സംഭവം. ഇത് എന്താ ഈ ഹോട്ടൽ പറഞ്ഞുതരാം. കണ്ടില്ലേ ഇവിടെ ഈ ചാർനെല്ല് ഡോങ്കരി ചാർനെല്ല് പറഞ്ഞാൽ ഈ പള്ളിയുടെ നമ്മളെ സംസ്കാര പള്ളീൻ്റെ അവിടുന്ന് കാണുന്നതാണ്. അപ്പുറത്ത് ബാഗ്ദാദ് ഹോട്ടലാണ്. ബാഗ്ദാദ് ഹോട്ടലിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ ഹോട്ടൽ. പക്ഷേ ഇത് നിങ്ങൾ ഒരു വട്ടം ഇവിടെ വാങ്ങി കഴിച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ പലയിടത്തും നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ അത്രക്കും തിരക്കാണ് ഇവിടെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. എന്നാൽ ശരി, ഇതാണ് കേട്ടോ എൻ്റെ പണിക്കാരൻ ചേർക്കാനൊക്കെ എനിക്കും കൂടി വാങ്ങിയത്. അപ്പോൾ ഞങ്ങളിത് വാങ്ങി കഴിക്കുകയാണ്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ വെച്ചുണ്ടാക്കലാണ്. ഞാൻ ഇവിടെ വെച്ചുണ്ടാക്കലാണ്. കണ്ടില്ലേ, ഇവിടെ തെങ്ങ് കയറി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കലാണ്. മറ്റേത് ഹോട്ടലിൽ പോയാലൊന്നും മുതലാവില്ല. രണ്ടാമത്തെ ഹോട്ടലിൽ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമുക്ക് പറ്റണില്ല. നമ്മൾ ഈ സ്ഥിരമായിട്ട് വെച്ചുണ്ടാക്കി കഴിച്ചിട്ടേ പിന്നെ നമ്മളത് അവിടെ ഒരു ദിവസം കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരാഴ്ചയിൽ വട്ടം ഇങ്ങനെ കോഴിയും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. ഇതാ നമ്മളെ എൻ്റെ സ്ഥാപനമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും എന്തിനതൊക്കെ വീഡിയോ എടുത്ത് വിടണമെന്ന്. പക്ഷേ ഇതൊക്കെ ബോംബെയിലത്തെ ജീവിതമാണ്. നാട്ടിൽ ഓരോരുത്തർ നല്ല നല്ല വീടും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വൈഫും കുട്ടികൾക്കും വേണ്ടിയിട്ട് അതൊക്കെ അവിടെ ഉണ്ടാക്കി പോകുന്നൊക്കെയാണ്. പക്ഷേ നാട് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവിതം ഇവിടേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ഇപ്പോൾ എന്താ നിങ്ങളോട് പറയും, ഇതൊക്കെ ഈ സ്ഥലത്തിന് ഈ റൂമിന് 50 ലക്ഷം റുപ്യ വില. ഇതിൻ്റെ മുതലാളി 50 ലക്ഷം 60 ലക്ഷം റുപ്യ. ഇതിന് തൊട്ടടുത്ത് വിറ്റത് 50 ലക്ഷത്തിനാണ്. അപ്പോൾ അങ്ങനെയുള്ള റൂമാണ് സംഭവം. ഇതൊക്കെ മതി, എങ്ങനെയെങ്കിലും മരണം വരെ ജീവിച്ചു പോകാൻ.